കേരളത്തിൽ വിറ്റഴിക്കുന്ന ജൈവവളത്തിൽ മായം കലരുന്നതായി പരാതി. കൊള്ളലാഭമുണ്ടാക്കുന്നതിനു വേണ്ടി മണലടക്കം ചേർത്താണ് ജൈവവളം വിപണിയിലെത്തുന്നത്. വ്യാജവളങ്ങൾ കണ്ടെത്താൻ യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുന്നില്ല എന്നാണ് കർഷകരുടെ ആക്ഷേപം. മീഡിയ വൺ ഇൻവെസ്റ്റിഗേഷൻ. ജൈവവളത്തിലും വ്യാജന്മാരുണ്ടെന്ന കർഷകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ അന്വേഷണം നടത്തുന്നത്. കടൽ തീരത്തെ മണലടക്കം കൊള്ളലാഭമുണ്ടാക്കുന്നതിന് വേണ്ടി കമ്പനികൾ ഉപയോഗിക്കുന്നുവെന്നാണ് കർഷകർ പറയുന്നത്. അത് എത്രമാത്രം ശരിയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വിപണിയിൽ ഏറ്റവും അധികം വിറ്റഴിക്കുന്ന ഒരു ജൈവവളം തന്നെയാണ് ഇതിനായി ഞങ്ങൾ തെരഞ്ഞെടുത്തത്. ഒറ്റനോട്ടത്തിൽ വ്യാജനാണെന്ന് പറയില്ലെങ്കിലും 1-2 തവണ കഴുകിയാൽ കാര്യം പിടിക്കും. ഓരോ തവണ കഴുകും തോറും കടൽ തീരത്തെ മണൽ തെളിഞ്ഞു വരുന്നത് കാണാനാകും. ചാണകവും വേപ്പിൻ പിണ്ണാക്കും ചകിരിയും അടക്കമുള്ള ജൈവ വസ്തുക്കൾ ഉപയോഗിക്കേണ്ടിടത്താണ് തൂക്കം കൂട്ടാൻ വ്യാപകമായി മണൽ ഉപയോഗിക്കുന്നത്. ഒരു സാധനം ജൈവമാണ് എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ വേറൊന്നും വേണ്ട, അത് ശുദ്ധമാണ് എന്നൊരു മിഥ്യാധാരണ ഈ നാട്ടിലെ സാധാരണക്കാർക്കായ കർഷകർക്കുണ്ടായതാണ് ഈ പ്രശ്നം ഇത്രയും വഷളാകാൻ കാരണം. സർക്കാർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ജൈവ വളങ്ങളെക്കുറിച്ച് വളങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിലും സർക്കാർ ഒരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കേണ്ടതായിരുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനെ യാതൊരു സാഹചര്യവുമില്ല. തമിഴ്നാട്ടിൽ നിന്നടക്കം ഇത്തരത്തിലുള്ള ജൈവവളങ്ങൾ കേരളത്തിലെത്തിക്കാൻ ലോബികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ആരോപണം. ഇതിനെതിരെ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്നും കർഷകർ പറയുന്നു. ജൈവകൃഷി എന്തുകൊണ്ട് ലാഭകരമാകുന്നില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ കണ്ട ദൃശ്യങ്ങൾ. വ്യാജ ജൈവവളങ്ങൾക്കെതിരെ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ക്യാമറ പേഴ്സൺ രഞ്ജിത്തിനൊപ്പം ടോബി ജോൺസൺ, മീഡിയ വൺ, കോട്ടയം.